ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം, ഇന്ന് 2026 ഫെബ്രുവരി 6. ഇന്നേ ദിവസം ശുക്രൻ രാശി മാറുകയാണ്. ആയതിൻ്റെ ഫലമായിട്ട് ഇനി പറയുന്ന 6 രാശിക്കാർക്ക് രാജകീയ ഫലങ്ങൾ, വളരെ വലിയ യോഗ ഫലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഫെബ്രുവരി 5 വരെ ശുക്രൻ മകരം രാശിയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അത് ഫെബ്രുവരി 6 ഇന്നത്തെ ദിവസം കുംഭം രാശിയിലേക്കാണ് രാശി മാറി വരുന്നത്. ശുക്രൻ എന്ന് പറയുമ്പോൾ ദാമ്പത്യം, പ്രണയജീവിതം, കുടുംബം എന്നിവയിലൊക്കെ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ഗ്രഹമാണ്. ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നൊരു സമയം കൂടിയാണിത്. കുംഭം രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ആ ശനിയുടെ രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറ്റം നടത്തുന്നത്. ആയതിനാൽ തന്നെ കുംഭം രാശിയിൽ വരുന്ന ശുക്രൻ ബലവാനായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം ശുക്രദശാകാലം അനുഭവിക്കുന്നവർ, ജാതകവശാൽ ശുക്രദശാകാലം അനുഭവിക്കുന്നവരും മറ്റേതെങ്കിലും ദശയിൽ ശുക്രൻ്റെ അപഹാരം നടക്കുന്നവർക്കും ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ, ഉയർച്ചകളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. ആയതിനാൽ തന്നെ നിങ്ങളുടെ ജാതകത്തിലെ രാശിചക്രം പരിശോധിച്ച് അല്ലെങ്കിൽ ഗ്രഹനില പരിശോധിച്ച് സ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ വേണ്ട ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തി മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഈ ശുക്രൻ നൽകുന്ന ഫലങ്ങൾ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ 6 രാശിയിൽ ആദ്യമായിട്ട് വരുന്നത് മേടം രാശിയാണ്. ഈ മേടം രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം എന്നുള്ളത് മേടം രാശിക്കാർക്ക് 11ാം ഭാവത്തിലാണ് വരുന്നത്. ഈ 11ാം ഭാവം എന്ന് പറയുന്നത് സർവാഭീഷ്ട സ്ഥാനമായിട്ടാണ് വരുന്നത്. കൂടാതെ മേടം രാശിക്കാർക്ക് ശുക്രൻ ധനകാരകനുമാണ്. ആയതിനാൽ തന്നെ ധനപരമായിട്ടുള്ള ഉയർച്ചകളായിരിക്കും പ്രധാനമായിട്ടും മേടം രാശിക്കാർക്ക് സംഭവിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇന്നലെ വരെ അനുഭവിച്ച് വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവസാനിക്കുവാൻ പോകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ പോകുന്ന വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ജാതകർക്ക് മനസ്സന്തോഷവും കുടുംബത്തിൽ ഐശ്വര്യവും ഒക്കെ വന്നു ചേരുകയും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയും ഒക്കെ ചെയ്യും. ഏത് മേഖലകളിലായിരുന്നാലും അംഗീകാരങ്ങൾ ലഭിക്കും. നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കാൻ ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ്. ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടാൻ പോകുന്നു. ദമ്പതിമാരുടെ ഇടയിലുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് രമ്യതയിൽ പോകുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. എടുത്തു പറഞ്ഞാൽ പിരിഞ്ഞു ജീവിക്കുന്ന ദമ്പതിമാർ, വിവാഹമോചനം വരെ എത്തിയ ദമ്പതിമാർ വീണ്ടും ഒന്നിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങൾ സ്വപ്നം കണ്ടൊരു ജീവിതം നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടും. പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണിത്. തുടർന്ന് വരുന്നത് ഇടവം രാശിയാണ്. ഈ ഇടവം രാശിയിൽ കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇടവം രാശിക്കാരുടെ രാശിയുടെ അധിപൻ പൂർണ്ണ ശുഭനായിട്ടുള്ള ശുക്രനാണ്. ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ലഗ്നാധിപനും ശുക്രനായിട്ട് വരും. ഇടവം രാശിക്കാർക്ക് കുംഭം രാശിയിലെ ശുക്രൻ്റെ ഈ രാശി മാറ്റം 10ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനമായിട്ടാണ് വരുന്നത്. ആയതിനാൽ തന്നെ തൊഴിൽപരമായിട്ട് വന്നിട്ടുള്ള സകലമാന ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിക്കായിട്ടുള്ള എഴുത്തു പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഒക്കെ ഇൻ്റർവ്യൂസിലൊക്കെ
കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സ്ഥിരമായൊരു ജോലി എന്ന ഒരു സ്വപ്നം അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. കൂടാതെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് നടത്തുന്നവർക്കും ഉയർച്ചകളുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ജാതക പരിശോധന നടത്തി യഥാവിധി പ്രതിവിധികൾ നടത്തി മുന്നോട്ട് പോവുക. ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും, തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും, ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. ഈ മിഥുനം രാശിയിൽ വരുന്നത് മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്ര ജാതകരാണ്. അപ്പോൾ ഈ ജാതകർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. ശുക്രൻ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിലാണ് വരുന്നത്. അതിനാൽ തന്നെ വലിയ ഭാഗ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ഈശ്വരാനുഗ്രഹം ഉയർന്നു നിൽക്കുകയും ചെയ്യുന്ന പ്രധാനമായിട്ടുള്ളൊരു സമയമാണ്. ജീവിതത്തിൽ വന്നു പെട്ടിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും പരിഹരിക്കപ്പെടുന്നത്. അത് പരിഹരിച്ചെടുക്കുവാൻ സാധിക്കും. ബാങ്ക് ലോൺ പോലുള്ള കടബാധ്യതകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ, അതൊക്കെ തീർത്തെടുക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. കൂടാതെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. തൊഴിലിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് തിരിച്ച് അതേ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ലഭിക്കും എന്നുള്ളതാണ്. മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. ദാമ്പത്യ ജീവിതം കൂടുതൽ മികച്ചതാകും. പ്രതീക്ഷിക്കാതെ തന്നെ പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ചകൾ ഉണ്ടാകും. കുടുംബപരമായിട്ടുള്ള സ്വത്ത് വകകൾ നിങ്ങൾക്ക് വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സമയം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. തുടർ പഠനത്തിനുള്ള അനുമതി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് തുലാം രാശിയാണ്. ഈ തുലാം രാശിയിൽ വരുന്നത് ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്ര ജാതകരാണ്. തുലാ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനാണ് ശുക്രൻ. തുലാം രാശിക്കാർക്ക് രാശിയുടെ അധിപനും ശുക്രനാണ്. തുലാം രാശിക്കാർക്ക് കുംഭത്തിലേക്കുള്ള ശുക്രൻ്റെ രാശിമാറ്റം 5ാം ഭാവത്തിലാണ് വരുന്നത്. ഈ 5ാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വ പുണ്യസ്ഥാനമാണ്. ഈ ഒരു സമയം തുലാം രാശിക്കാർക്ക് ശനി മൂലം വന്നു പെട്ടിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ അനുഭവിച്ചു വന്നിട്ടുള്ള പ്രയാസങ്ങൾ വിട്ടകന്നു പോവുകയും മാനസികമായിട്ടും ശാരീരികമായും നല്ല ഉണർവുണ്ടാവുകയും ചെയ്യും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ഗുരുജനങ്ങളുടെ ആശീർവാദങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വര സ്വാധീനവും നിങ്ങൾക്കുണ്ടാകും. നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. ധനപരമായിട്ടുള്ള ഉയർച്ചകൾ ഉണ്ടാകും. കൂടാതെ ഏതെങ്കിലും രീതിയിൽ ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക്, അതിനു വേണ്ടിയിട്ട് ഔഷധ സേവ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഫലം കാണും. കുടുംബത്തിലുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കും. എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നതാണ്. വാഹനം വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം എന്നിവയൊക്കെ വന്നു ചേരും. ഭൂമി ലാഭവും ധനലാഭവും ഉണ്ടാകും. നിങ്ങളെക്കൊണ്ട് മറ്റ് പലർക്കും ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. സന്താന ഭാഗ്യം ഉണ്ടാകുന്നൊരു സമയമാണ്. മനസ്സിനിണങ്ങിയ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നൊരു സമയമാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് നടക്കുന്നത്. തുടർന്ന് വരുന്നത് മകരം രാശിയാണ്. ഈ മകരം രാശിയിൽ വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചാണെങ്കിൽ ശുക്രൻ 2ാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ധനസ്ഥാനം എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള ഉയർച്ചയായിരിക്കും പ്രധാനമായിട്ടും ശുക്രൻ നിങ്ങൾക്ക് തരുന്നത്. ധനം വരുവാനുള്ള എല്ലാ വഴികളും നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ തൊഴിലിൽ നിന്ന് കിട്ടാനുള്ള ധനം തടസ്സങ്ങൾ മാറി മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് തൊഴിൽ തടസ്സവുമായി ബന്ധപ്പെട്ട് ശമ്പളം പിടിച്ചു വയ്ക്കപ്പെട്ട കുറേ വ്യക്തികൾക്ക് ആണ് ഇത് ഉദ്ദേശിച്ച് പറഞ്ഞത്. അതുപോലെ നിക്ഷേപിക്കപ്പെട്ട ധനം, പല സ്ഥലങ്ങളിലും പണം ഡിപ്പോസിറ്റായിട്ട് ഇട്ടിട്ടുള്ളത് തടസ്സത്തിൽ കിടക്കുന്നതൊക്കെ കിട്ടാനുള്ളതൊക്കെ ഈ ഒരു സമയം അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതായിരിക്കും. കടബാധ്യതകളെല്ലാം തീർത്തെടുക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ
പുനരാരംഭിക്കുവാൻ സാധിക്കും. മാറാത്ത ബില്ലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറിക്കിട്ടും. കേസ് വഴക്കുകളിൽപ്പെട്ട ധനമോ സ്വത്തോ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് കേസ് വഴക്കുകളിൽ പെട്ട് കിടക്കുന്നതാണെങ്കിൽ അനുകൂലമായിട്ടുള്ള വിധി വരികയും അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. തൊഴിലിൽ ഉന്നതി ഉണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബിസിനസ് ആരംഭിക്കുവാനുള്ള ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകും. ബന്ധുബലം വർദ്ധിക്കുകയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്ന പ്രധാനമായിട്ടുള്ളൊരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. കുംഭം രാശിക്കാർക്ക് ജന്മരാശിയിൽ തന്നെയാണ് ശുക്രൻ സഞ്ചരിക്കുന്ന ഒരു സമയം. കുംഭരാശിക്കാർക്ക് അനുഭവിച്ചു വന്നിരുന്ന മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടുന്നൊരു സമയമാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കുംഭം രാശിക്കാർക്ക് ഇതിനു മുന്നുണ്ടായിട്ടുള്ളത്. കൂടാതെ തൊഴിൽ നഷ്ടമാവുക, ചെയ്തു വന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം എന്നിവ തടസ്സത്തിലാവുക, അല്ലെങ്കിൽ മന്ദഗതിയിലാവുക, സന്തോഷം, സമാധാനം എന്നിവ നഷ്ടമാവുക എന്നുവേണ്ട ഒട്ടനവധി പ്രശ്നങ്ങളിൽ നിലവിൽ കുംഭം രാശിക്കാർ കടന്നു പോകുന്നതാണ്. പോയൊരു സമയമാണ് കഴിഞ്ഞത്. കൂടാതെ 7.5 ശനിയുടെ അവസാന പാദം കൂടി അനുഭവിച്ച് വരുന്നവരും കൂടിയാണ് കുംഭം രാശിക്കാർ. കുംഭരാശിക്കാർക്ക് ഈ ശുക്രരാശി മാറ്റം എന്ന് പറയുന്നത് വളരെയധികം ആശ്വാസം ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ്. എല്ലാ രീതിയിലും നല്ല മാറ്റങ്ങളുണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതല്ല എങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ സാധിക്കും. കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. ഓരോരോ പ്രശ്നങ്ങളായിട്ട് പരിഹരിച്ച് ജീവിതം ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിരിഞ്ഞിരിക്കുന്ന ദമ്പതിമാർക്ക് ഒരുമിക്കുവാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരും. പ്രധാനമായിട്ടും വാഹനം, ഭൂമി, ഗൃഹം എന്നിവ സ്വന്തമാക്കുവാൻ സാധിക്കും. കുംഭം രാശിക്കാരുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമായിരിക്കും ഇന്നു മുതൽ അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്നത്. സകല സുഖദുഃഖങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി വരും. ദൈവാനുഗ്രഹം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ പല മാറ്റങ്ങളും ഉണ്ടാകും. കോപ സ്വഭാവം മാറിപ്പോകും. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുവാൻ സാധിക്കും. സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോയ നിലയും വിലയും ഒക്കെ തിരികെ വന്നു ചേരും. ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും. വിദേശ ജോലിക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് 2026 ഫെബ്രുവരി 6-ാം തീയതി, അതായത് ഇന്ന് നടക്കുന്ന ശുക്രമാറ്റത്തിൻ്റെ ഫലമായിട്ട് 6 രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വരുന്ന രാജകീയമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും ജ്യോതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.